കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2025 നമ്മുടെ 7 സെഷനുകൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് 8ാമത്തെ സെഷനാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചർച്ചാ സംവാദം അവസാനിക്കുകയാണ്. 8ാമത്തെ സെഷൻ്റെ വിഷയം എന്നുടെ ശബ്ദം വേറിട്ട് കേട്ടുവോ, സ്ത്രീപക്ഷ രചനകൾ. ഇതിനായി നമ്മുടെ 2 വിശിഷ്ടാതിഥികൾ ശ്രീമതി ഹരിതാ സാവിത്രി അതുപോലെ തന്നെ ശ്രീമതി പ്രിയ വിജയൻ ശിവദാസ് രണ്ടുപേരെയും വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സെഷൻ്റെ മോഡറേറ്ററായി ശ്രീമതി രാജലക്ഷ്മി ഷൈമേഷിനെയും വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രതിധ്വനികളാകാതെ സ്വന്തം ശബ്ദം കൊണ്ട് അടയാളപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്. അത്തരം വേറിട്ട ശബ്ദങ്ങൾ വേറിട്ട പോരാട്ടങ്ങൾ കൂടിയാണ്. എന്നുടെ ശബ്ദം വേറിട്ട് കേട്ടുവോ, സ്ത്രീപക്ഷ രചനകൾ. കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അവസാനത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ഈ സെഷനിൽ എന്നോടൊപ്പമുള്ളത് ഹരിതാ സാവിത്രിയും പ്രിയ വിജയനുമാണ്. സ്വാഗതം. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീമതി ഹരിതാ സാവിത്രി താങ്കളോടാണ്. താങ്കളുടെ സിൻ എന്ന നോവൽ, ഈ നോവൽ തന്നെ ഒരു വേറിട്ട ശബ്ദമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്, ഒരു പ്രവാസിയാണ്, ഒരുപാട് ലോകം കണ്ടു. എന്നിട്ടും സിൻ എന്ന നോവൽ ഒരു ജനതയുടെ പോരാട്ടത്തെ ഒരു നോവലാക്കാൻ, പുറം ലോകത്തെ അറിയിക്കാൻ ഉണ്ടായ ഒരു പ്രചോദനം എന്താണ്? രാവിലത്തെ സെഷൻ കേട്ട എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ചില ചോദ്യങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് 2 കാര്യങ്ങളാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് കുർദുകളുടെ പോരാട്ടം. ഞാൻ യൂറോപ്പിൽ താമസമായിട്ട് ഒരുപാട് വർഷങ്ങളായി. യാദൃശ്ചികമായിട്ട് ഞാൻ കുർദുകളുടെ വിഷയത്തിലേക്ക് എത്തിപ്പെടുകയും അവരെക്കുറിച്ച് ധാരാളം വായിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായി ഇറങ്ങിത്തിരിക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്താണ് ഒരു സുഹൃത്ത് വഴി 2015-നും 2016-നും ഇടയിലുള്ള ഒരു വംശഹത്യയെക്കുറിച്ച് അറിയാനിടയായത്. ആ സമയത്ത് ഞാൻ യൂറോപ്പിലുണ്ട്. ഞാൻ വാർത്തകൾ വളരെ കർശനമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് പോലും UN-ൻ്റെ വിവരം പ്രകാരം, UN-ൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 2000 പേർ മരിച്ചു എന്ന് പറയുന്ന ഈ വംശഹത്യയെക്കുറിച്ച് യാതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ന്യൂസ് വളരെ ക്ലോസായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതെനിക്കൊരു അത്ഭുതമായി. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഞാൻ എന്തെങ്കിലും എഴുതണം, ഒരു പുസ്തകം എഴുതണം എന്ന് വിചാരിച്ച് തന്നെ കുർദിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അവിടെയുള്ള സിറ്റുവേഷൻ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അവരെന്താണ് നേരിട്ടതെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാജ്യദ്രോഹികളാകും, അവർ ജയിലിലടയ്ക്കപ്പെടും. ഇനിയെങ്ങാനും വീട് വിട്ടുപോയി, നാടുമൊക്കെ വിട്ടുപോയി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ചെന്ന് താമസിച്ചിട്ട് ഇതിനെക്കുറിച്ച് വിളിച്ചു പറയാമെന്ന് വിചാരിച്ചാൽ നാട്ടിൽ അവശേഷിച്ചിട്ടുള്ള ബന്ധുക്കൾ, അകന്ന സുഹൃത്തുക്കൾ പോലും അപകടത്തിലാവും. അതുകൊണ്ട് തന്നെ അവരുടെ വാ കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ്, വാ മൂടിക്കെട്ടിയതുപോലെയാണ്. ഈ കലാപം നടന്ന സമയത്ത് കുർദ് മജോറിറ്റി ഏരിയാസ്, അവിടെയുള്ള ഇൻ്റർനെറ്റ് പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. പിന്നെ വിദേശ പത്രപ്രവർത്തകർക്ക് അങ്ങോട്ടുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ 2 കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടോ? മണിപ്പൂർ കലാപം, കാശ്മീരിൽ നടന്ന പ്രശ്നങ്ങൾ, ഈ സമയത്തൊക്കെ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെടുകയും വിദേശ പത്രപ്രവർത്തകരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഫാസിസം പ്രവർത്തിക്കുന്നത് ലോകത്തെവിടെയാണെങ്കിലും ഒരേ രീതിയിലാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സുമായിട്ട് ഇത്തരം സംഭവങ്ങൾക്കുള്ള ബന്ധം എന്നെ ഭയപ്പെടുത്തി. എന്ത് വന്നാലും ഇത് എഴുതണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. 2 കാര്യങ്ങളാണ്
ശബ്ദമില്ലാതെ നിശബ്ദരാക്കപ്പെട്ട ആ ജനതയുടെ കഥ ആരെങ്കിലും പറയേണ്ടതുണ്ട്. അവിടെ പരിചയപ്പെട്ട ഓരോ വ്യക്തിയും എന്നോട് പ്രതീക്ഷയോടെ നീ എഴുതില്ലേ, ഞങ്ങളെപ്പറ്റി നീ എഴുതില്ലേ എന്ന് ഒരുപാട് പ്രതീക്ഷയോടെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇതെൻ്റെ നാട്ടിൽ സംഭവിക്കും ഏത് നിമിഷത്തിലും എന്നുള്ള ആ ഭയം. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സിൻ എഴുതിയത്. താങ്ക് യു. അടുത്ത ചോദ്യം പ്രിയ വിജയൻ താങ്കളോടാണ്. സാഹിത്യം എന്നത് തങ്ങളുടെ വിഷയമേ അല്ല എന്ന് പറയുന്നവരെ കാണാം. എല്ലാവരുമല്ല, പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലയിൽ. അതിൽ നിന്നും വേറിട്ട് താങ്കൾ ശാസ്ത്രവും സാഹിത്യവും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? നമസ്കാരം. ഞാൻ ആദ്യമായി എഴുതി തുടങ്ങിയത് എനിക്ക് എന്നെ തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. തുടരെ 2 കുട്ടികളെ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് അന്ന് വരെ പരിചിതമായ ഞാൻ എന്ന് പറയുന്നത് വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ റിസർച്ചും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ കുടുംബമായി മുന്നോട്ട് പോകുന്നു, കൂട്ടുകാരിയായി മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് ഈ 2 കുട്ടികളെ അടുപ്പിച്ച് നഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ ഒരു ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് ഏറ്റവും റിലീഫ് തോന്നിയത് പുസ്തകങ്ങൾ വായിക്കുമ്പോഴായിരുന്നു. ആ സമയത്ത് എന്നെ ഏറ്റവും സാന്ത്വനപ്പെടുത്തിയിരുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരുന്നു. ഇന്നത്തെ ഞാനല്ലാത്ത എന്നോ ഒരു സമയത്ത് ഞാൻ കണ്ടതും കേട്ടതുമായ ഹരിതയ്ക്ക് ഇഷ്ടമല്ലാത്ത നൊസ്റ്റാൾജിയിൽപ്പെട്ട നല്ല നല്ല ദിവസങ്ങളായിരുന്നു. വളരെ നല്ലൊരു ബാല്യം കൗമാരവും കിട്ടിയ ഒരു കുട്ടിയാണ് ഞാൻ. വളരെ സ്നേഹമുള്ള പാരൻസിൻ്റെ, വളരെ സ്നേഹമുള്ള മുത്തശ്ശിയുടെ. അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്തിരുന്നത്. അതെല്ലാം തിരിച്ചു കുറിച്ചുകൊണ്ടാണ് ഞാൻ എന്നെ തിരിച്ചു പിടിച്ചത്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകമായ മാറുന്ന മുഖങ്ങൾ എന്ന പുസ്തകം വരുന്നത്. പിന്നീട് അതെന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് സ്വന്തമായി ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് വരുമ്പോൾ പറയുമായിരുന്നു, എൻ്റെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് കവർ എൻ്റെ കയ്യിൽ കിട്ടി. ഫസ്റ്റ് ആ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ എൻ്റെ മകനെ പ്രസവിച്ച നിമിഷത്തിനേക്കാൾ എത്രയോ ഞാൻ സന്തോഷിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. എൻ്റെ മകൻ്റെ മുഖം കണ്ടതിനേക്കാളും ഞാൻ സന്തോഷിച്ചത് എൻ്റെ മാറുന്ന മുഖങ്ങൾ എന്ന പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയ നിമിഷമാണ്. പിന്നീട് എനിക്കെന്തോ പറയാനുണ്ട് സമൂഹത്തിനെന്ന തോന്നലിൽ നിന്നാണ് എനിക്ക് ചുറ്റും കണ്ട പല മനുഷ്യരുടെയും ജീവിതത്തിൽ നിന്ന് ജീവിതം അതിൻ്റെ നല്ല രീതിയിൽ നല്ലത് എന്ന് പറയുന്നത് തന്നെ പല ഡെഫിനിഷനുകളുണ്ട്. സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഓരോ സ്ത്രീയും, സമൂഹത്തിൻ്റെ ഏത് തലത്തിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും ചിന്തിക്കണം എന്ന തോന്നലിൽ നിന്നാണ് അവളിലൂടെ എന്ന എൻ്റെ 2ാമത്തെ പുസ്തകം വരുന്നത്. പിന്നീട് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും നല്ല മറുപടി സുനിൽ മാഷിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടതുപോലെ, കാറൽ മാക്സിനോട് പണ്ട് എന്താണ് സ്വാതന്ത്ര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി തന്നെയാണ്. രാവിലെ ഷേക്സ്പിയറൊക്കെ വായിച്ച് പോയി മീനൊക്കെ പിടിച്ച് കുറച്ച് ഫിലോസഫിയൊക്കെ പറഞ്ഞ് രാത്രി ഗോതയിൽ ഗുസ്തിയിൽ ഏർപ്പെടുക, ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫിലോസഫിയൊക്കെ ചെയ്യുക, ഫിലോസഫി പറയുക, വായിക്കുക. അപ്പോൾ എനിക്കിഷ്ടം ഇതൊക്കെയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമാണോ അതെല്ലാം ചെയ്യാൻ എന്നെ പ്രാപ്തയാക്കാൻ ഞാൻ മാത്രമേ ലോകത്തുള്ളൂ. ഉള്ളതെല്ലാം ഞാൻ ചെയ്യുന്നു. അതാണ് എൻ്റെ ഉത്തരം. മലയാള സാഹിത്യത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ നിരവധി ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ഇടവും താൻ പോരിമയൊക്കെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, ഇന്ദുലേഖ മുതൽ ഇപ്പോൾ കല്യാണിയും ദാക്ഷായണിയും സീത. പക്ഷേ ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കിട്ടിയ സ്വീകാര്യത സ്ത്രീ എഴുത്തുകാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ ചോദ്യം, ഈ ചോദ്യം എന്നോടാണോ? സ്ത്രീ എഴുത്തുകാരെ തീർച്ചയായിട്ടും വായനക്കാർ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. രാജശ്രീയുടെയൊക്കെ ബുക്ക്, രാജശ്രീയൊക്കെ സെലിബ്രിറ്റിയായി ഒറ്റ ബുക്ക് കൊണ്ട്. മീര, തീർച്ചയായിട്ടും ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, കിങ് മേക്കേഴ്സ് എന്ന് പറയുന്ന വായനക്കാരാണ്. അവർ 2 കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. അതിനപ്പുറം നമുക്കൊന്നും വേണ്ട. പക്ഷേ സാഹിത്യ രംഗത്തുള്ള പവർഫുള്ളായിട്ടുള്ള ചിലർ, അതായത് നിരൂപകർ, അങ്ങനെയുള്ള എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്
അവരെപ്പോഴും അവർ പവർഫുള്ളായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം എൻ്റെ സ്വകാര്യമായ എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല അവർ വളരെ കംഫർട്ടബിളാണ്. ഈ ഒരു സ്ത്രീ മുന്നേറ്റത്തിൽ അവർ കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഇത്രയും പേർ, അതായത് മരിയ വെറും മരിയ എന്ന ബുക്ക് നിങ്ങളിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഈയിടെ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല പുസ്തകമാണത്. പക്ഷേ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നതിന് ശേഷമാണ് ആ ബുക്ക് ശ്രദ്ധിക്കപ്പെട്ടത്. 2018 പുറത്തു വന്ന പുസ്തകമാണ്. എന്തുകൊണ്ട് ആ പുസ്തകത്തെക്കുറിച്ച് ഒരു ശക്തമായ നിരൂപണമോ ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല? അത് നമ്മുടെ നിരൂപകർക്ക് താല്പര്യം വിദേശ പുസ്തകങ്ങളെക്കുറിച്ച് എഴുതാനും വിദേശ റൈറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇതുപോലെയുള്ള രത്നങ്ങൾ അവയെ കാണാൻ അവർക്ക് കണ്ണില്ല. ഇപ്പോൾ രാജശ്രീയുടെ ബുക്കാണെങ്കിലും എൻ്റെ ബുക്കാണെങ്കിലും ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ച് അവർ കണ്ടില്ലെന്ന് നടിക്കുകയുള്ളൂ, അവർ കാണുന്നില്ല. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അതൊരു സ്ത്രീ എഴുതുന്നോ? അതൊന്നും നമുക്ക് താല്പര്യമുള്ള കാര്യമില്ല. അതാണ് അവർ പറയുന്നത്, പ്രാദേശികമായ കാര്യങ്ങൾ എഴുതൂ എന്നവർ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. അതായത് നിങ്ങൾ അടുപ്പിൻ്റെ ചുവട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, കൂടുതൽ അങ്ങോട്ട് പറയേണ്ട. അതൊക്കെ പറയാൻ നമ്മളുണ്ട്. അതായത് വിജയൻ എഴുതിയിട്ടുണ്ട്, ആനന്ദ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ടർക്കിയിലെ കാര്യങ്ങൾ. അതൊന്നും നമ്മൾ അതിൻ്റെ പുറത്തെടുത്ത എഫേർട്ട്, പഠിക്കാനെടുത്ത സമയം, യാത്ര ചെയ്യാനെടുത്ത റിസ്ക്, അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് പുച്ഛിച്ച് തള്ളുന്ന ഇത്തരം രീതികൾ, അത് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറയുകയാണ്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. ഇത്തരം വിമർശകർ പറയുന്നതനുസരിച്ച് വായിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ആരെങ്കിലും ഈ വിമർശകർ പറയുന്ന പുസ്തകങ്ങളാണോ വായിക്കുന്നത്? മറ്റുള്ളവർ പറയുന്നത് ഈ പുസ്തകം നല്ലതാണ് കേട്ടോ എന്ന് മറ്റൊരു വായനക്കാരൻ പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ കൂടുതൽ പേരും വായിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ നടക്കും. പക്ഷേ നമുക്ക് സ്ത്രീ എഴുത്തുകാർ ചെയ്യേണ്ടത് ശക്തമായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നിൽ വായനക്കാരേ ഉള്ളൂ, അവരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി, അവരോട് നീതി പുലർത്തുക, അത്രമാത്രം. പ്രിയ, താങ്കളോടാണ് അടുത്ത ചോദ്യം. കാലങ്ങളായി മലയാള സാഹിത്യത്തിൽ ഈ സ്ത്രീപക്ഷ രചനകൾ, സ്ത്രീ എഴുത്തുകാരികൾ വ്യവസ്ഥിതികളോട് കലഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കലഹം എന്ന് പറയുന്നത് തുല്യനീതിക്ക് വേണ്ടിയുള്ള ഒരു കലഹം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മലയാള സാഹിത്യ രംഗത്ത് നിന്ന് തുല്യനീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നത് സ്ത്രീപക്ഷ രചനകളല്ലേ? ഞാൻ പൊതുവെ സ്ത്രീപക്ഷ രചനകളോടോ എനിക്ക് പൊതുവെ രചനകളാണ് ഇഷ്ടം, സൃഷ്ടികളാണ് ഇഷ്ടം. അത് ബെന്യാമൻ എഴുതിയാലും ഹരിത സാവിത്രി എഴുതിയാലും അതിലെന്തെഴുതുന്നു എന്നതിലാണ് കാര്യം, ആരെഴുതുന്നു എന്നതിലല്ല. ഈ അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തുല്യനീതിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളത് സാറ ടീച്ചറെ പോലെയോ അല്ലെങ്കിൽ KR മീരയെ പോലെയോ ഉള്ള എഴുത്തുകാർ തന്നെയാണ്. പറഞ്ഞോ പറയാതെയോ എല്ലാ സ്ത്രീകളും പറയുന്നുണ്ട്. എന്താണ് സിന്നിൽ ഹരിത പറയാൻ ശ്രമിച്ചത്? എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ എല്ലാ മനുഷ്യരും പറയുന്നുണ്ട്, നമ്മളത് അവരെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ്. പിന്നെ ഹരിത പറഞ്ഞതിൽ, ഹരിതയോട് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൽ സ്ത്രീപക്ഷ രചനകളിലെയോ അല്ലെങ്കിൽ സ്ത്രീ എഴുത്തുകളെയോ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരാൾക്കല്ല, ഒരു സമൂഹത്തിനല്ല, മൊത്തം. ഞാൻ സ്ത്രീകളെ ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു വേദികളിലും എൻ്റെ ഒരു എഴുത്തുകളിലും സ്ത്രീ പുരുഷ വിവേചനം കാണിച്ചിട്ടില്ല എന്ന് 100% അടിവരയിട്ട് പറയാൻ സാധിക്കുന്നൊരു ആളാണ് ഞാൻ. കാരണം ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കാത്ത ഒരാളും കൂടിയാണ്. ഇക്വാലിറ്റിയിൽ മാത്രം ഊന്നി ജീവിക്കാനും സംസാരിക്കാനും എഴുതാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ ലോകത്തിൽ ഇപ്പം നമ്മൾ ലോക സാഹിത്യം എടുത്താൽ അവിടെയും ഈ നീതികേട് അല്ലെങ്കിൽ മലയാളത്തിൽ നെറുകേട് നിലനിൽക്കുന്നില്ലേ? മലയാളത്തിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, കേൾക്കുമ്പോൾ വളരെ തമാശയായിട്ട് കേട്ട് തള്ളിക്കളഞ്ഞതാണ്, പക്ഷെ അത് എവിടെയൊക്കെയോ കൊണ്ടു ചെന്ന് എത്തിച്ചു. കാരണം എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ മീര എന്ന കഥാപാത്രം, അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്. അവരുടെ ഭർത്താവിൽ നിന്നും അവർക്ക് കുട്ടി ഉണ്ടാകുന്നില്ല, അവർക്ക് വേറൊരു കുട്ടി ഉണ്ടാവുകയാണ്. ഈ പുസ്തകം വന്ന് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നത്.
അപ്പോൾ ആ കുഞ്ഞ് വളരെ ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെന്ന് വെച്ചാൽ അയാൾ, എൻ്റെ മകൻ കുറച്ച് സൈസൊക്കെ ഉണ്ട്, അപ്പോൾ ജനിച്ചപ്പോഴും ഇപ്പോഴും. അപ്പോൾ ഈ പെൺകുട്ടി കൊച്ചു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചതാണ്, നിങ്ങൾ എഴുതിയ പോലെ എന്തെങ്കിലും ആണോ എന്ന്. അത് വളരെ തമാശയിൽ പൊതിഞ്ഞ് ചോദിച്ചെങ്കിലും അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആരെങ്കിലും ആടുജീവിതം എന്ന പുസ്തകം വായിച്ച് ബെന്യാമിനോട് ഒരു മറുചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടാകുമോ? ഇതൊരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ അതിലൊരു തമാശ, അതിലൊരു ആ വേദനിപ്പിക്കുന്നതിലൊരു രസം ഒക്കെ മൊത്തത്തിൽ കേരള സമൂഹം അത് ആസ്വദിക്കുന്നുണ്ട്. ഇതിന് മറുപടി പറയുന്ന സ്ത്രീകളെ അഹങ്കാരികളായി ചിത്രീകരിക്കുന്നുമുണ്ട്. ആ പ്രവണത എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഹരിത സാവിത്രി, താങ്കളോടാണ് അടുത്ത ചോദ്യം. നമ്മൾ സ്ത്രീപക്ഷ രചനകൾ എന്ന് തന്നെയാണ് സാഹിത്യത്തിലൊരു വിഭാഗമാക്കി പക്ഷം പിടിച്ച രചനകളാക്കി മാറ്റി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരം സ്ത്രീപക്ഷ രചനകൾ പുരുഷന്മാരും സ്ത്രീകളും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും സംഭാവനകളുണ്ട്. അപ്പോൾ ഒരു പുരുഷൻ എഴുതുന്ന സ്ത്രീപക്ഷ രചനയും അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും രണ്ടും ഒരേ രീതിയിലാണോ സമൂഹത്തോട് സംവദിക്കുന്നത്? ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ കാണാൻ പുരുഷന് സാധിക്കുമോ? എനിക്കറിയില്ല. എനിക്ക് അവർക്ക് സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിൽ 3 പുരുഷന്മാരുണ്ട്. എൻ്റെ 2 പ്രായപൂർത്തിയായ മക്കളും എൻ്റെ ഭർത്താവും. ഇവർക്ക് പലപ്പോഴും എന്നോട് ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് 3 പേരും. എൻ്റെ ഇമോഷണൽ നീഡ്സ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. പക്ഷേ എനിക്ക് വളരെ ഭംഗിയായിട്ട് അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാവും. അവരുടെ ഗേൾ ഫ്രണ്ട്സിൻ്റെ നീഡ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഈ പെൺകുട്ടികൾക്ക് എൻ്റെ നീഡ്സും മനസ്സിലാവും. ഇതിനിടയ്ക്ക് എങ്ങും എത്താതെ ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന ഈ 3 പുരുഷന്മാരാണ്. അപ്പോൾ അവർ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ടും അവരുദ്ദേശിക്കുന്നത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അങ്ങനെ 100% മനസ്സിലാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേസമയം തന്നെ നമുക്ക് പക്ഷ രചനകൾ എഴുതാൻ പറ്റും. കുർബാൻ എന്ന എൻ്റെ പുതിയ പുസ്തകത്തിൽ ഞാനതൊരു പുരുഷൻ്റെ കണ്ണിലൂടെയാണ് എഴുതിയിരിക്കുന്നത്. ദമീർ എന്നാണ് ആ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പലരും, പ്രധാനമായിട്ടും പ്രവാസികൾ പുരുഷന്മാർ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ട്രെസ്സും ഒരുമിച്ചെടുത്ത് ഫാമിലിയെ അറിയിക്കാതെ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഒരു സങ്കടവും അവരെ അറിയിക്കാതെ എല്ലാ ഭാരവും എടുത്ത് ചുമലിൽ വെച്ച് വലിഞ്ഞഴഞ്ഞ് അവസാനം അവശരായി വീണു പോകുന്ന മനുഷ്യരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ദമീർ. അത് എത്രമാത്രം ഒരു പുരുഷൻ്റെ കണ്ണിലൂടെ ഞാനത് കാണാൻ ശ്രമിച്ചിട്ട് എത്രമാത്രം സക്സസ്ഫുൾ ആയെന്ന് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ട് എന്നോട് പറയണം. താങ്ക് യു. പ്രിയ, താങ്കളോടാണ്. സാഹിത്യരംഗത്ത് സ്ത്രീകൾ നല്ല രീതിയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്, എഴുത്തുകാരുണ്ട്. ഈ എഴുത്തുകാരികളൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്, നിരൂപണങ്ങൾക്ക് വിധേയരാകപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വിമർശനത്തിൻ്റെയും നിരൂപണത്തിൻ്റെയും രംഗത്ത് സ്ത്രീകൾ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: അടിച്ചമർത്തൽ. യു വാണ്ട് എക്സാമ്പിൾ ഫ്രം അവർ ഓൺ ഗോഡ്സ് ഓൺ കൺട്രി? ലീലാവതി ടീച്ചർ. ഇതേ ചോദ്യത്തിന് ഹരിത സാവിത്രി, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുകൂടെ ആവർത്തിക്കാമോ ചോദ്യം? സ്ത്രീകൾ സാഹിത്യരംഗത്ത് എഴുത്തുകാരായി നിരവധിയുണ്ട്. പക്ഷെ സ്ത്രീകളൊക്കെ വിമർശിക്കപ്പെടുകയാണ്, നിരൂപണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. പക്ഷേ നിരൂപണ രംഗത്തും വിമർശന രംഗത്തും സ്ത്രീകൾ കുറവാണ്. ഇത് തന്നെയാണ് കാരണം. ഇപ്പോൾ പ്രിയ പറഞ്ഞ അതേ പേര് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലീലാവതി ടീച്ചർ നേരിട്ടിട്ടുള്ള ആക്ഷേപങ്ങൾക്കും ആക്രമണങ്ങൾക്കും കയ്യും കണക്കുമില്ല. അവരെങ്ങനെ അത് അവരുടെ ധിഷണയുടെ ബലത്തിൽ മാത്രമാണ് അവർ പിടിച്ചു നിന്നത്. മറ്റൊരു സ്ത്രീയും ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഉയർന്നു വരാൻ അനുവദിക്കില്ല. അതുതന്നെയാണ് കാരണം. സുകുമാര അഴീക്കോട് സാറിനോടൊപ്പമോ അല്ലെങ്കിൽ സാറിന് മുകളിലോ നിൽക്കുന്നതായിരുന്നു ലീലാവതി ടീച്ചറുടെ പ്രഭാഷണങ്ങൾ, നിരൂപണങ്ങൾ. അവരുടെ ഓരോ സാഹിത്യ സൃഷ്ടിയെപ്പറ്റിയും അവർ പക്ഷേ ആരെയും ആക്ഷേപിച്ച് സംസാരിക്കാത്തൊരു സ്ത്രീയാണ്. എന്തിനാണ് ആക്ഷേപിച്ച് സംസാരിക്കുന്നതിൻ്റെ ആവശ്യമില്ല. വളരെ മാന്യമായിട്ടും ഏറ്റവും നല്ല രീതിയിൽ നിരൂപണം നടത്തിയിരുന്ന ഒരാളാണ് ലീലാവതി ടീച്ചർ.
എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒരു വായനയോ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ടീച്ചർക്ക് അതിൽ എന്തൊരു എത്ര മോശമായ രീതിയിലാണ് മാരാറടക്കമുള്ള അല്ലെങ്കിൽ എൻ കൃഷ്ണൻ നായർ അടക്കമുള്ള എല്ലാവരും പ്രതികരിച്ചത്. അന്ന് സാഹിത്യ കേരളം അന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴും അടുത്ത കാലമൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ പോലും ഇതല്ലേ ഇരിക്കുന്നത്, അത് തന്നെയല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഇതിൻ്റെ 100% ഉത്തരവാദിത്തം ഒരിക്കലും നമുക്ക് പുരുഷ സമൂഹത്തിന് ഏൽപ്പിക്കാൻ സാധിക്കില്ല. ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സ്ത്രീകളും കൂടിയാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക, ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം വേറിട്ട് വന്നാൽ ഏറ്റവും ആദ്യം എതിർക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും. ഒരിക്കലും നമുക്ക് പുരുഷന്മാരെ എതിർപക്ഷത്ത് നിർത്താൻ സാധിക്കില്ല. ചിലപ്പോൾ ആ കുട്ടിയുടെ അച്ഛനായിരിക്കും കുറച്ചെങ്കിലും ഒരു സാന്ത്വന കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. നേരെ സിന്നിലേക്ക് വീണ്ടും വന്നാൽ, സിൻ എന്ന നോവൽ എഴുതുമ്പോൾ ഏറ്റവും ചാലഞ്ചിങ് ആയുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രാവിലെ ഒരു സെഷനിൽ എനിക്ക് ഒന്നിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. ഒരു ഗാങ് റേപ്പിനെ കുറിച്ച് വളരെ വിശദമായിട്ട്, അതായത് സിസ്റ്റം നടത്തുന്ന സ്ത്രീകളെ പോലീസ് ജുഡീഷ്യറി എങ്ങനെയൊക്കെയാണ് പീഡിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു സിമ്പലായിട്ടൊരു ഗാങ് റേപ്പ് അതിലുണ്ട്. ഒരു ചാപ്റ്ററാണത്. അതിൽ വളരെ വിശദമായിട്ട് ഭീകരമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസാണ്. ഞാൻ കുട്ടികളോടത് വായിക്കരുത്, ഈ പുസ്തകം കുട്ടികൾ വായിക്കരുതെന്ന് ഞാൻ കർശനമായിട്ട് ഞാൻ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വായിക്കുന്ന കുട്ടികളെ ചിലർ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ എൻ്റെ യാത്രാവിവരണം വായിക്കാൻ കൊടുക്കൂ, ദയവേദി കുട്ടിയെ കൊണ്ട് ഈ സിൻ വായിപ്പിക്കരുത്. അത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. അത് ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് എഴുതിയതല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന സത്യം. എനിക്കൊരു ഫ്രണ്ടുണ്ട്, എൻ്റെ അതേ പ്രായമാണ്, കുർദാണ്. അവളിപ്പോൾ കാനഡയിലാണ് താമസിക്കുന്നത്. അവളുടെ ചെറിയ പ്രായത്തിൽ അവൾ കുർദ് നഗരമായ ദിയർബക്കറിൽ വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോൾ പോലീസുകാർ അവളെ പിടിച്ചുകൊണ്ട് പോയി. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു രാത്രി മുഴുവൻ പോലീസുകാർ ഗാങ് റേപ്പിന് ഇടയാക്കി. അവളുടെ അനുഭവമാണിത്. ഈ 49ാമത്തെ വയസ്സിലും അവൾ വിവാഹം കഴിച്ചു, വിവാഹമോചിതയായി, വീണ്ടും വിവാഹം കഴിച്ചു, കുട്ടികളുണ്ട്. ആ സ്ത്രീ ഒരു പൊടിഞ്ഞു പോയൊരു സ്ഫടിക പാത്രം പോലെയാണ്. നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും ഒട്ടിച്ചു വയ്ക്കാം, പക്ഷെ ഒരിക്കലും അതിനെ പഴയ ആകൃതിയിലാക്കാൻ പറ്റില്ല. അവളുടെ അനുഭവമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തത്. ആ അനുഭവം പിന്നെ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസസ് വായിച്ചു, മറ്റ് ഇരകളുടെ പേരൻസിനോട് സംസാരിച്ചു. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ആ ചാപ്റ്റർ എഴുതിയത്. അതെനിക്ക് വളരെ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കത് എഴുതാൻ ഒരുപാട് സമയം വേണ്ടി വന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടു. ഞാനിത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പിന്നെ വായനക്കാരിലെ പെർവേർട്ടുകളെ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാശി. അങ്ങനെ ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിട്ടാണ് ഞാൻ അത് എഴുതുന്നത്. പിന്നെ സിൻ വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ കുഞ്ഞ് എന്നൊരു ചാപ്റ്ററുണ്ട്. അതിൽ നായികയ്ക്ക് കുഞ്ഞ് നഷ്ടപ്പെടുന്ന ആ സമയത്ത് അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങളാണ് ആ ചാപ്റ്ററിൽ. ഇങ്ങനെ ആത്മഗതം പോലെ അങ്ങനെയൊക്കെ ഒരു മിക്സായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം അതേ പ്രായത്തിൽ 1 മാസം ഒക്കെ ഉള്ള സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അതെനിക്കൊരു വലിയൊരു ചലഞ്ചായിരുന്നു. എന്താ പറയുക, വിഷാദത്തിൻ്റെ പിടിയിൽ വീണു പോകുന്ന അത്രയും മാനസികമായ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. സിന്നിനെ കുറിച്ച് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ സിൻ എന്ന് പറഞ്ഞാൽ പോരാട്ടങ്ങളും അനുഭവങ്ങളുടെയും ഒക്കെ കഥയാണ്. അപ്പോൾ ഇത്തരം ഒരു കഥ എഴുതിയപ്പോൾ അത് ഹരിദാ സാവിത്രി എന്ന എഴുത്തുകാരിയെ, ഹരിദാ സാവിത്രി എന്ന മനുഷ്യനെ എത്രത്തോളം മാറ്റി? തീർച്ചയായിട്ടും ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. ഞാൻ ആ ഒരു കണ്ണോടെയാണ് കുർദിസ്ഥാൻ എന്ന കലാപബാധിത പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഞാൻ കാണുന്നത് ഒരു ചെത്തി മാറ്റിയ നഗരമാണ്. ഒരു നഗരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ ചെത്തി മാറ്റിയിരിക്കുന്നു. ഞാൻ അവിടെയുള്ള മനുഷ്യരെ കണ്ടു, സംസാരിച്ചു. മക്കളെ നഷ്ടപ്പെട്ടു പോയി, മക്കൾ മരിച്ചു പോയവർ,
മക്കളെ കാണാതായവർ, ഇണകളെ നഷ്ടപ്പെട്ടവർ, ഈ പട്ടാളക്കാർ വെള്ളത്തിൽ മലം കലർത്തിയത് മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച് അങ്ങനെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ അമ്മമാർ, ഈ ജീവനോടെ ചിലരെ ഒരുപാട് പേരെ കുഴിച്ചിട്ടിട്ടുണ്ട്, പിന്നെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ, തിരിച്ചു വരുമോ എന്നറിയാതെ അനന്തമായി കാത്തിരിക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു, ഒരുപാട് പേരുടെ കൂടെ ഞാൻ താമസിച്ചു. അതുമാത്രമല്ല, ആ സമയത്ത് സിറിയയിൽ നിന്ന് ഓടി വരുന്ന അഭയാർത്ഥികൾ അവിടെ ഒരുപാടുണ്ടായിരുന്നു. അത് അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അഭയാർത്ഥി ക്യാമ്പുകളിൽ മനുഷ്യക്കടത്തുണ്ട്, മയക്കുമരുന്ന് കച്ചവടമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വഴിയിൽ കിടക്കുന്നതാണ് സേഫ് എന്ന് വിചാരിച്ചിട്ട് വഴിയിൽ 12 കുഞ്ഞുങ്ങൾ വരെ അടങ്ങുന്ന കുടുംബങ്ങളുമായി വഴിയിൽ കിടക്കുന്ന മനുഷ്യർ. റംസാൻ കാലത്താണ് ഞാൻ ആ പ്രദേശം വിസിറ്റ് ചെയ്യുന്നത്. നമുക്ക് പകൽ നേരത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല, അത്ര കൊടും ചൂടാണ്, ഒരു മരുഭൂമിയുടെ കാലാവസ്ഥയാണ്. രാവിലെ നടക്കാനിറങ്ങും, കുഞ്ഞുങ്ങളുമായിട്ട് അച്ഛനമ്മമാർ ഇങ്ങനെ പഴയ ന്യൂസ് പേപ്പർ കീറിയിട്ട് അതിൻ്റെ പുറത്താണ് കിടക്കുന്നത്. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയും നമ്മളെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര കുടുംബങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റും? ആകെ ചെയ്യാൻ പറ്റുന്നവർക്ക് വെള്ളം വാങ്ങിക്കൊടുക്കുകയാണ്, ചെറിയ കുപ്പികളിലുള്ള വെള്ളം. വൈകുന്നേരം ഞാൻ വീണ്ടും എൻ്റെ ശീതീകരിച്ച മുറിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ അതേ കുഞ്ഞുങ്ങൾ ചുവന്ന് തുടുത്ത് തക്കാളി പോലെ മനസ്സിലായി കാണും. സിൻ ഞാൻ എഴുതിയിട്ട് 5 വർഷമായി, ഇപ്പോഴും പ്രശ്നമാണ്. ഇപ്പോഴും താങ്കൾ അനുഭവത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ചെറുതായി ഒന്ന് വ്യതിചലിക്കുകയാണ്. സാഹിത്യമാണ് വിഷയം, എന്നാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഒരു ചോദ്യം. കാരണം നമ്മളെപ്പോഴും പറയുക അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ നമുക്ക് മറികടക്കാൻ ശാസ്ത്രബോധം വളർത്തിയേ തീരൂ എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോളം നിർമ്മിത ബുദ്ധിയോളം വന്ന് നിൽക്കുമ്പോൾ ഒരു വശത്തു കൂടി നമ്മൾ ഒരുപാട് പിറകിലേക്ക് പോവുകയാണ്. കഴിഞ്ഞുപോയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? ഇന്നായിരുന്നു രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കാനായി ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ചേരേണ്ട സമയമാണ് ഇപ്പോൾ, അല്ലേ? അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ. ഇന്ത്യയിൽ മൊത്തം പോകുന്നില്ല, കേരളത്തിനെ പറ്റി സംസാരിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അന്ധവിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും സയൻസിനെയും നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ, അത് അവർ പാവമാണ്. അവർക്ക് അവരുടേതായ കച്ചവട ബുദ്ധി എന്നല്ലാതെ അവർക്ക് സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വളർത്തിയെടുക്കണമെങ്കിൽ ശാസ്ത്രബോധത്തിനോടൊപ്പം തന്നെ സാമൂഹ്യ ബോധം, പൊതുബോധം വളർത്തേണ്ടതാണ്. ഈ സാമൂഹ്യ ബോധവും പൊതുബോധവും ഒരു തലമുറയിൽ വളരണമെങ്കിൽ ആ കുട്ടി 2-3 വയസ്സുള്ളപ്പോൾ തൊട്ട് പഠിക്കേണ്ടത് മതങ്ങളെ പറ്റിയിട്ടല്ല, അക്ഷരങ്ങളെ പറ്റിയും അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയും തൻ്റെ നാടിനെ പറ്റിയും എവിടെയോ ആയിക്കോട്ടെ തൻ്റെ നാടിനെ പറ്റിയും എന്താണ് ശരി തെറ്റ് എന്ന് ഒരാളുടെ മേത്തൊരു കല്ലെടുത്തെറിഞ്ഞാൽ അവന് വേദനിക്കുമെന്നും തിരിച്ചാ കല്ലെറിയാൻ പാടില്ല എന്നും അബദ്ധവശാൽ വീണതാണെങ്കിൽ മാപ്പ് പറയണമെന്നും ചെയ്ത തെറ്റിന് മാപ്പ് പറയണമെന്നും പറഞ്ഞു കൊടുക്കാനുള്ള സാമൂഹ്യ ബോധം ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യം ഉണ്ടാവണം. ആ കുട്ടിയെ ആ രീതിയിൽ വളർത്തണം. ഇതാണ് ആദ്യം വേണ്ടത്. ഇതിൽ നമുക്ക് സയൻസിൽ ശാസ്ത്രബോധം പിന്നീടാണ് വരുന്നത്. ശാസ്ത്രത്തിലേക്ക് നമ്മൾ എപ്പോഴാണ് കാലെടുത്ത് വയ്ക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്ക് ശാസ്ത്രബോധം പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അവർ ജനിക്കുന്നതും വളരുന്നതും ഈ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഒരു ശാസ്ത്രബോധം വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രത്തിൻ്റെതായ അല്ലെങ്കിൽ എങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജി ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് അവരെ പഠിപ്പിക്കാം. വാട്ട് ടു ഡു ഓർ വാട്ട് നോട്ട് ടു ഡു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷേ ഈ കുട്ടികൾക്ക് എവിടെ നിന്നും പൊതുബോധം കിട്ടും, സാമൂഹ്യ ബോധം കിട്ടും? അതാണ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. അന്ധവിശ്വാസത്തിനെതിരെ പോരാടണമെങ്കിൽ വളരെ ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ തന്നെ വേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം എന്ന് പറയുന്നത് അത്ര വിഷമത്തോടു കൂടി തന്നെയാണ്. അത്രത്തോളം എൻ്റെ ചെറുപ്പകാലത്ത്, ഇന്ന് എനിക്ക് 37 വയസ്സുണ്ട്, കഴിഞ്ഞൊരു 5-6 വർഷമായിട്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ടാണ് ഇത്രത്തോളം നമ്മുടെ സമൂഹം അന്ധവിശ്വാസത്തിലേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഇതിനേക്കാൾ എത്രയോ രസമായിരുന്നു ജീവിക്കാൻ. ഇന്ന് ഓരോ മനുഷ്യനും അവരവരുടെ വ്യക്തിത്വം ഡിഫൈൻ ചെയ്യുന്നത് പോലും ഓരോ അന്ധവിശ്വാസങ്ങളുടെ പേരിലാണെന്ന് പറയുന്നത് എന്തൊരു അപകടകരമായ അവസ്ഥയാണിത്.
ഞാൻ കഴിഞ്ഞ ഓർമ്മ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിച്ച പോലെ ആന ഒരു വന്യജീവിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മൾ എവിടെ ശാസ്ത്രബോധം സംസാരിക്കാൻ സാധിക്കും? ഇവിടെ എന്ത് പൊതുബോധം, എന്ത് സാമൂഹ്യ ബോധം ഉണ്ടാകുന്നത്? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ നടുക്ക് 4 ചെങ്ങലയിട്ട് ഈ ഏപ്രിൽ മെയ് മാസത്തിലെ ചൂടത്ത് ഒരു ആന എന്ന് പറയുന്ന വന്യജീവിയെ നിർത്തുന്നതാണ് ആ ജീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണെങ്കിൽ അത് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് നിലനിൽക്കുന്ന നാട്ടിൽ എന്ത് ശാസ്ത്രബോധത്തിന് എന്താണ് പ്രസക്തി? ശാസ്ത്രം എന്ന വാക്ക് പറയാൻ പോലും കൂട്ടർ അർഹരല്ല എന്നേ ഞാൻ പറയുള്ളൂ. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിനിടയിൽ ഒന്ന് ഓഡിയൻസിലേക്ക് കൂടി പോവുകയാണ്. എക്സ്ക്യൂസ് മീ, ഞാൻ നേരത്തെ കുട്ടി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. ഇത്തരം കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോയത് വിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ തിരിച്ചു വന്നത് അപരൻ്റെ കണ്ണുനീര് കണ്ടു നിൽക്കാനാവാത്ത ഒരു മനുഷ്യനായിട്ടാണ്. എന്നെ ആ യാത്ര അടിമുടി മാറ്റി. എൻ്റെ ജീവിതത്തെ, എൻ്റെ എഴുത്തിനെ, ഞാൻ ആരാവണം, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ബാക്കിയുള്ള ജീവിതം എന്ത് ചെയ്യണമെന്ന് ഞാൻ ആ ദിവസങ്ങളിൽ ഞാൻ തീരുമാനിച്ചു. അതാണ് ആ യാത്ര എന്നോട് ചെയ്തത്. അപരൻ്റെ കണ്ണുനീർ കണ്ടു നിൽക്കാനാവാത്ത മനുഷ്യരാവണം, അതുകൂടിയായിരിക്കും സാഹിത്യം മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് തന്നെ. ഇപ്പോൾ ഓഡിയൻസിലേക്ക് പോവാണ്. ചോദ്യങ്ങൾ ഏറ്റവും ചുരുക്കി ചോദിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. സ്ത്രീപക്ഷ എഴുത്തുകളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ആദ്യം അതേക്കുറിച്ച് തന്നെ ചോദിക്കാം. ഒരു സ്ത്രീയുടെ എഴുത്തിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും ഏറ്റവും കൂടുതൽ അതേക്കുറിച്ച് പരാമർശിച്ച് അവളെ ഏറ്റവും താഴേക്കിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ തന്നെയല്ലേ? ആ സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? രണ്ടുപേരും ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. എനിക്ക് പൊതുവെ സ്ത്രീകളോട്, അത് ചേച്ചി പറഞ്ഞ ഈ എതിർക്കുന്ന, വിമർശിക്കുന്ന സ്ത്രീകളോടാണെങ്കിലും എനിക്ക് അവരോട് ഭയങ്കര സഹതാപമാണ്. കാരണം ഒരു സ്ത്രീ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ നന്നായി ഡാൻസ് കളിക്കുന്നു, നന്നായി വസ്ത്രം ധരിക്കുന്നു, നന്നായി പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഇതിനെ നമ്മൾ എതിർക്കുന്നു, അല്ലെങ്കിൽ അവരെ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും അണുവിട മാറാൻ നമ്മൾ ഒരാളെ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നിൽക്കുന്നത് അടിമത്തത്തിലാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഈ അടിമത്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. എനിക്ക് വേറൊരു വഴിയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിലാണ് നമ്മൾ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ടേം. അത് ഞാൻ നെഗറ്റീവ് ടെർമിനോളജി യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷെ പറയാതെ വയ്യ. ഈ ഓരോ വീടുകളും ശവക്കല്ലറകളാണെന്നേ, ഓരോ വീടുകളും ശവക്കല്ലറകളാണ്. ചേച്ചി നാളെ ഈ പ്രായത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അതിന് വിമർശിക്കാൻ ആൾക്കാരാരാ? അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ മേത്ത് കൈ വിരൽ ചൂണ്ടാം, പക്ഷെ മറ്റുള്ളവൻ്റെ മൂക്ക് നിൽക്കുന്നിടത്ത് ആ സ്വാതന്ത്ര്യം നിർത്തണം, അല്ലേ? അതുവരെ അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആരാ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈയടത്താൻ? ഇതാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു സ്ത്രീ എഴുതിയാൽ, ഒരു പെൺകുട്ടി എന്തെങ്കിലും മാറി ചിന്തിച്ചാൽ, എഴുത്തൊക്കെ മാറ്റി നിർത്തൂ, എന്തെങ്കിലും ഒരു രീതിയിൽ നിന്ന് നാളെ ചേച്ചി പിസ്സ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കിയാലും ഈ വിവാദം ഉയർന്നു വരും. ഏറ്റവും രാവിലെ സംസാരിച്ച അതിൽ സുനിത വില്യംസിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സുനിത വില്യംസിൻ്റെ സ്പേസ് ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം, അവർ പോയത് എന്തിനാണെന്നും അവർ പല ഗവേഷണങ്ങളിലും ആയി ബന്ധപ്പെട്ടതാണെന്നും എല്ലാം നമുക്കറിയാം. അവരുടെ ഒരു ഗവേഷണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ലെക്ട്യൂസ്. ആക്ച്വലി അത് ലെക്ട്യൂസിനെ പറ്റി വളർത്താനോ ചീരകൃഷി നടത്താനോ ചെടിക്കൃഷി നടത്താനോ അല്ല, അവിടുത്തെ മൈക്രോ ഓർഗാനിസംസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിറ്റേ ദിവസം മലയാളത്തിലൊരു പ്രമുഖ പത്രമാണ്, പത്രത്തിൻ്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുകയാണ്, എവിടെ പോയാലും സ്ത്രീ, അമ്മ. സുനിത വില്യംസ് സ്പേസിൽ പോയത് ലെക്ട്യൂസിനെ പറ്റി പഠിക്കാൻ, ലെക്ട്യൂസ് വിഭവങ്ങളെ ഇഷ്ടം. ഇതിനെന്താണ് മറുപടി പറയുക? ഒന്നും പറയാനില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാഡം,
സ്ത്രീകളോട് പ്രായം ചോദിക്കരുത് എന്നുള്ള ഇതിൽ അത് ചോദിക്കാതെ തന്നെ മാഡം പ്രായം പറയുമായിരുന്നു. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ഈ AI ഇൻഡസ്ട്രിയിൽ ആദ്യം ജോലികൾ നഷ്ടപ്പെടുന്നത് സ്ത്രീകൾക്കായിരിക്കും എന്നാണ് ആദ്യം വന്ന ഒരു കോൺട്രവേഴ്സി. പിന്നീട് ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂ കണ്ടത് മുരളി തുമ്മാരിക്കൊടി പുള്ളിയുടെ ഒരു ഞങ്ങളുടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെയല്ല, സ്ത്രീകൾക്ക് അങ്ങനെ ജോലി സാധ്യതകൾ കുറയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അല്ല, എയും സ്ത്രീയുടെ തൊഴിൽ സാധ്യതയായിട്ട് എന്താ ബന്ധം? ഒരു കമ്പനിയിൽ 10 ജൂനിയർ ഡെവലപ്പേഴ്സ് ഉണ്ട്. 10 പേര് നന്നായിട്ട് കോഡ് ചെയ്യുന്ന ജൂനിയർ ഡെവലപ്പേഴ്സാണ്. അവരെ പിരിച്ചുവിടുമ്പോൾ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് പിരിച്ചുവിടുന്നില്ല, പെൺകുട്ടി ആയതുകൊണ്ട് പിരിച്ചുവിടുന്നില്ല എന്ന് പറയുമോ? അതൊക്കെ തെറ്റാണ്. അതൊക്കെ വെറും തെറ്റായ തീരുമാനങ്ങളാണ്, തെറ്റായ കാഴ്ചപ്പാടുകളാണ്. അത് ശരിയാണെന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. എൻ്റെ പ്രായം പറയാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ട് ഇപ്പം എനിക്ക് 37 വയസ്സ് ആകാൻ പോകുന്നു. അടുത്ത മാസം ആവുള്ളൂ. പക്ഷേ ഇപ്പോഴേ ഞാൻ 37 എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് 40കളാണ് കുറച്ചും കൂടെ ഇഷ്ടം. കാരണം കേരളത്തിലെല്ലാവരും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംസാരിക്കുക പോലും ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ 40കളിലാണ് സംസാരിച്ച് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. അത് 30കളിലൊക്കെ അത് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ വിപ്ലവമായി ഞാൻ കാണുന്നു. പിന്നീട് AI എന്ന് പറയുന്നത് സ്ത്രീകളുടെ ജോലി കളയുമെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത ആളെ ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ പാർട്ട്ണർ രാജലക്ഷ്മി മേനോൻ, അവരും ഒരു പെൺകുട്ടിയാണ്. അടുത്ത ചോദ്യം. അല്ലയോ ഭവതി, മലയാളം കുറച്ച് അറിയാം എന്ന് ഉൾപ്പുളകം കൊള്ളുന്ന കുറേ വ്യക്തികൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരെക്കുറിച്ച് ഭവതികളുടെ അഭിപ്രായം എന്താണ്? ഭവതിയുടെ പുസ്തകങ്ങൾ രണ്ടും ഞാൻ പാരായണം ചെയ്തു. നല്ല പുസ്തകമാണ്. താങ്ക് യു. മലയാളം കുറച്ച് അറിയാവുന്ന പുരുഷനും സ്ത്രീക്കും ഒക്കെ പറയാമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതിന് മറുപടി പറഞ്ഞു തന്നെ പോകാം. മലയാളം കുറച്ചായാലും വ്യക്തമായി എഴുതി തന്നെയാണ് ഹരിദാസ് സാവിത്രി ഇവിടെ ഇരിക്കുന്നത്, പ്രിയ വിജയൻ ശിവദാസും ഇവിടെ ഇരിക്കുന്നത്. അടുത്ത ചോദ്യം. രണ്ട് സാഹിത്യകാരികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ മാധവിക്കുട്ടി എഴുതി തുടങ്ങുന്ന കാലത്തൊക്കെ തുറന്നെഴുത്തിൻ്റെ ആ ഒരു വിമർശനം ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇന്നത്തെ സ്ത്രീകൾ ആരും തുറന്നെഴുതാത്തത്? ഒന്നുകൂടെ പറയാമോ? ഞാൻ കേട്ടില്ല. മാധവിക്കുട്ടിയുടെ കാലത്ത് തുറന്നെഴുത്തുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്, അതിന് വിമർശനങ്ങളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇന്നത്തെ സ്ത്രീകൾ തുറന്നെഴുത്തുകൾ ഇല്ലാത്ത? ഇന്നും ധാരാളം തുറന്നെഴുത്തുകൾ ഉണ്ട്. തുറന്നെഴുത്തുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സെക്സിനെ കുറിച്ച് തുറന്നെഴുതുന്നില്ലെന്നാണോ? എൻ്റെ ജീവിതം എന്ന ആ പുസ്തകത്തിലൊക്കെ മൈക്ക് കുറച്ച് ചേർത്ത് പിടിച്ച്. എൻ്റെ സൗണ്ട് പോയോണ്ടാ? എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിലൊക്കെ എല്ലാം തുറന്നെഴുതിയിട്ടുണ്ടായിരുന്നു. സ്വന്തം അനുഭവങ്ങൾ, വികാരങ്ങൾ, അവരുടെ തോന്നലുകൾ എല്ലാം. അപ്പോൾ ഒരുപാട് നിശ്ചിത വിമർശനങ്ങൾ അവർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇന്നത്തെ സ്ത്രീ എഴുത്തുകാർ തുറന്നെഴുതാത്തത്? അങ്ങനെയൊന്നുമല്ല. എത്രയോ പേർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതുന്നു. ഇപ്പോൾ CS ചന്ദ്രിക സ്വന്തം ജീവിതത്തെക്കുറിച്ച് ബേസ്ഡ് ആയിട്ടുള്ളൊരു പുസ്തകം, ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ പുറത്തു വന്നതേ ഉള്ളൂ. ധാരാളം സ്ത്രീകൾ എഴുതുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ സ്വന്തം ജീവിതം എന്ന് വിചാരിച്ചിരിക്കാതെ മറ്റുള്ളവരുടെ ജീവിതം എന്നുകൂടെ, മറ്റുള്ള മനുഷ്യർ എന്നുകൂടെ ചിന്തിക്കാൻ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി, അതിലൊരു തിരുത്തുകൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ അല്ലെങ്കിൽ മറ്റുള്ള കൃതികൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുമല്ലോ തുറന്നെഴുതുക. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം, അതിൽ യാതൊരു തെറ്റുമില്ല. അതിലിപ്പോൾ എന്ത് എഴുതിയാലും നമുക്ക് ഇഷ്ടമാണെങ്കിൽ വായിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതെല്ലാം മാധവിക്കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് നടന്നതാണോ എന്ന് പണ്ടൊരു പത്രപ്രവർത്തകൻ, ഒരു വളരെ പ്രശസ്തമായ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒറ്റ മറുപടിയാണ്, സാഹിത്യത്തിൽ സങ്കല്പം എന്നുണ്ടുണ്ട് എന്ന് പറഞ്ഞൊരു ചിരിക്കുകയാണ് ചെയ്തത്. അവർ ആണെന്നും പറയാൻ പോയില്ല, അല്ല എന്നും പറയാൻ പോയില്ല.
സമയപ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് ഏകദേശം നമ്മൾ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ സ്വന്തമായൊരു ചോദ്യമുണ്ട്, രണ്ടാളോടും ഉണ്ട് എനിക്ക് ആ ചോദ്യം. വിർജീനിയ വോൾഫിൻ്റെ ഒരു എഴുത്തുണ്ട്, എ റൂം ഓഫ് മൈ ഓൺ സ്പേസ്, അങ്ങനെ. ആ എഴുത്തിനെ പറ്റി സ്വന്തമായൊരു എഴുത്തിടം ഉണ്ടോ? വിർജീനിയ വുൾഫിൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ എഴുതാനുള്ളൊരിടം എന്നുള്ളതല്ല, ഒരു സ്ത്രീക്ക് സ്വന്തമായൊരു ഇടം വേണമെന്നുള്ളതാണ്. ഞാൻ പറയുന്നു ഒരു സ്ത്രീക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണം അത്. എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായ ഒരിടം? എല്ലാ മനുഷ്യർക്കും വേണം. ഇത്രയേറെ പുരുഷന്മാരിവിടെ ഉണ്ട്, അവർക്ക് എഴുതാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അവർക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? അവർക്ക് ഫുട്ബോൾ കളിക്കാൻ താല്പര്യം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് ചിന്തിക്കാൻ, അവർക്ക് അവരുടെ ഫ്രണ്ട്സിന് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാൻ, ഇത് ചെയ്യാനുള്ള പൂർണ്ണ പ്രിവിലേജും ഞാൻ സ്വാതന്ത്ര്യമല്ല ഉദ്ദേശിച്ചത്, ഞാൻ അവർക്കത് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കി കൊടുക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന അതേ ആത്മാഭിമാനത്തോടും പ്രിവിലേജോടും കൂടി നിങ്ങളുടെ പാർട്ട്ണർക്കോ കമ്പാനിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് എൻ്റേതായ ശരികളുണ്ട്, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട്. എനിക്ക് എഴുതാനോ, ചിലപ്പോൾ നാളെ എനിക്ക് നീന്താനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ നീന്തും, എനിക്ക് നാളെ ഒരു കുതിരസവാരി ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കുതിരസവാരി ചെയ്യും. ഇതെല്ലാം എൻ്റെ ഓൺ സ്പേസസ് ആണ്. ഒരു എഴുത്തുമുറിയെക്കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ എനിക്കൊരു എഴുത്തുമുറിയുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് എഴുതാറില്ല എന്ന് മാത്രം. ഞാൻ എഴുതുന്നത് വളരെ ഇമോഷണലി ഡിമാൻഡിങ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റും ഇതൊക്കെ ഓരോ തരം ഭ്രാന്തുകളാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ചുറ്റും എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് എപ്പോഴും വേണം ഞാൻ എഴുതുമ്പോൾ. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇൻസെക്യൂരിറ്റി ഉണ്ട്, എനിക്ക് തന്നെ ഭയമാണ് എൻ്റെ ഉള്ളിൽ ഇതൊക്കെ എഴുതുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് എഴുതുന്നതിന് പകരം വൈകുന്നേരം എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എന്നിട്ട് സ്വീകരണ മുറിയിലെ സോഫയിലിരുന്ന് അവരുടെ ആ ബഹളത്തിൻ്റെ നടുക്കിരുന്നാണ് ഞാൻ എഴുതുന്നത്. അതിനിടയ്ക്ക് അവരെന്നോട് പറയാമോ ഇത്തിരി ഫുഡ് എന്തെങ്കിലും താ, അല്ലെങ്കിൽ അവരെന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ശല്യത്തിൻ്റെ നടുക്കിരുന്നാണ് ഞാൻ എഴുതുന്നത്. ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി ചില സമയത്ത് കമ്പ്യൂട്ടർ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് എഴുതാറുണ്ട്, കുക്ക് ചെയ്യുകയും എഴുതുകയും ഒരുമിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സിൻ എഴുതിയത്. അതുപോലെ പ്രിയ പറഞ്ഞ പോലെ ഒരു എഴുത്തിടം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അങ്ങനെ ഒരു സ്പേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് സിൻ, കുർബാൻ എന്നീ നോവലുകൾ ജനിച്ചത്. ഈ പറഞ്ഞ പോലെ എനിക്കൊരിക്കലും ഒരാൾക്കൂട്ടത്തിൽ നടുക്കിരുന്ന് എഴുതാൻ സാധിക്കില്ല. എനിക്ക് എൻ്റേതായ മാത്രം, എനിക്ക് പൊതുവെ രാത്രികളിൽ വായിക്കാനും, അതെനിക്ക് എഴുതാൻ മാത്രമല്ല, എനിക്ക് ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെ എന്തിലും എനിക്ക് വായിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ട്ണറോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ ഉറങ്ങിയതിന് ശേഷം എനിക്ക് രാത്രിയാണ് വായിക്കാൻ ഇഷ്ടം. തനിയെ യാത്ര ചെയ്യുമ്പോൾ വായിക്കാനാണ് ഇഷ്ടം, എഴുതുന്നതും രാത്രി എഴുതാനാണ് ഇഷ്ടം. നമസ്കാരം. ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ രണ്ടുകൂടി പേരാണ്. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുരാണങ്ങളിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, മനുസ്മൃതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ പുരാണങ്ങളിലുള്ള ഒരു വചനമാണ്. പക്ഷേ അതിനുശേഷം കാലാകാലങ്ങളിലായിട്ട് ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, സമൂഹത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഇപ്പോഴും നിങ്ങൾ സ്ത്രീകളായാലും അല്ലെങ്കിൽ എഴുത്തുകാരും പറയുന്നു നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി ഇനി എന്താണ് നിങ്ങൾക്ക് കാണാനുള്ളത് അല്ലെ പറയാനുള്ളത്? അവസാന ഭാഗം എനിക്ക് വ്യക്തമായില്ല. സ്ത്രീകൾ അടിച്ചമർത്തുന്നു, അത് ഇപ്പോഴും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുന്നു എന്നാണ് ഇപ്പോഴും മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ എഴുത്തിലൂടെയും ഒക്കെ പറഞ്ഞു കേൾക്കുന്നതും വായിച്ചു കേൾക്കുന്നതും. അപ്പോൾ ഈ എഴുത്തുകാരായ നിങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിനൊരു മാറ്റം വരുത്താൻ ഇനി എന്താണ് ഒരു പ്രതിവിധി? അതിൽ മാറ്റം വരുത്താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോ? ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് തന്നെ ഈ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെ തിരിഞ്ഞു പോലും നോക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നു. അത് തന്നെ. എഴുതിക്കൊണ്ടേയിരിക്കുക, പോരാടിക്കൊണ്ടേയിരിക്കുക. കലാകുവൈറ്റ് ലിറ്ററേച്ചർ ചേട്ടൻ ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞ ഈ മനുസ്മൃതി എന്നൊക്കെ പറയുന്ന ഈ ഇത്തരം കോമഡികളൊക്കെ ആവർത്തിക്കാതിരിക്കുക, അത് കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുക, അത്രയ്ക്ക്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന വചനത്തെ കോമഡി ആക്കാതെ ഞാൻ എന്ത് പറയണം?
ഇതൊരു തർക്കമല്ല, ഒരു ചോദ്യോത്തരവേളയായിരുന്നു. ചോദ്യം ചോദിച്ചു, മറുപടി തന്നിരിക്കുന്നു. എഴുതിക്കൊണ്ടേയിരിക്കും, പോരാടിക്കൊണ്ടേയിരിക്കും, എഴുത്തു തുടർന്നുകൊണ്ടേയിരിക്കും. സ്ത്രീപക്ഷ രചനകൾ എന്നുള്ളത് എല്ലാ കാലത്തും തുല്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതൊരു തുടർ പോരാട്ടമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും അവസാനത്തെ സെഷൻ എന്നുടെ ശബ്ദം വേറിട്ട് കേട്ടുവോ, സ്ത്രീപക്ഷ രചനകൾ. ഈ സെഷനോടുകൂടി കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എല്ലാ സെഷനുകളും ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് സഹകരിച്ച ഹരിത സാവിത്രി പ്രിയ വിജയൻ, താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഉടൻ തന്നെ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 10 മലയാള കവിതകളുടെ രംഗാവിഷ്കാരം കാവ്യവൈഖരി ആരംഭിക്കുന്നതാണ്. 60ഓളം വരുന്ന കലയുടെ കലാകാരന്മാർ ആണ് ഇതിൽ അണിനിരന്നിരിക്കുന്നത്. എല്ലാവരും വളരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നടന്നിട്ടുള്ള 8 ഇൻട്രാക്റ്റീവ് സെഷൻ്റെയും ഒരു ടോട്ടൽ കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ ചർച്ചാ സംവാദങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ നൽകാൻ നമ്മൾ ഒരുക്കിയിട്ടുള്ള വിപുലമായ സമാപന സമ്മേളനത്തിൽ 5 മുഖ്യാതിഥികളും നൽകുന്നതായിരിക്കും. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പങ്കാളിത്തം അതിനുണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ വേദിയിൽ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുന്നത്. ദ ബ്ലൂമിംഗ് ഓഫ് ലൈഫ് ബൈ റീമ ജാഫർ, ഏജ് ഓഫ് വണ്ടേഴ്സ് ബൈ റിയ ജാഫർ. ഈ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ മുഖ്യാതിഥികളായിരിക്കും. 2 പേരെയും, റീമ ജാഫറിനെയും അതുപോലെ തന്നെ റിയ ജാഫറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ അവരൊരു പ്രൊഫൈൽ നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നതായിരിക്കും. The Age of Wonders by Riya Jafar. The author of the book of poems titled The Age of Wonders is Riya Jafar, an 11-year-old girl living in Kuwait. This book is a collection of her 48 poems. She speaks about the importance of beautiful childhood days to be treasured, to many evils prevalent in society, discriminating people on the basis of color, agony of war, and cruelty of the world. Through her rhythmic lines, she reminds us of the importance of treasuring the simple joys and beauty that can be found even amid darkness. The poems underscore how freedom is not just a privilege, but a fundamental human right that should be accessible to all. In our often self-absorbed modern age, Riya's work is a powerful reminder to never forget our roots and to uphold the virtues of compassion and justice. Riya has a deep love for reading and writing, which she began at the age of 5. Riya is a presenter on Kuwait National TV, where she introduces various types of books to young children. The program has completed over 200 episodes. She is a co-founder of Readers Club in Kuwait, which is formed to encourage reading among children. The Blooming of Life by Rima Jafar is a beautiful collection of poems written by 14-year-old Rima Jafar. She began writing these poems at the age of 9, expressing her thoughts on nature, the value of life, and the importance of being kind. Her verses remind us of the beauty around us and the deep meaning of life. Nature, she says, is a precious friend we often take for granted while chasing material wealth. Hurting nature is like hurting ourselves. We live in a world where kindness and connection matter. As Rima writes, time ticks away with each passing day. It is our choice what to do, when to do, and how to do. These poems offer meaningful messages that may inspire you to see yourself and the world in a new light. Rima Jafar lives in Kuwait, originally from Kannur, Kerala. She loves reading, writing, and science. She is a presenter on Kuwait National TV along with her sister Riya. She has also participated in the National Children's Science Congress and presented at the Kerala Science Congress. She was recently selected to speak at the United Nations General Assembly Youth Parliament in New York. Rima has founded Readers Club in Kuwait to encourage reading among children. ഈ 2 കുഞ്ഞു സഹോദരിമാരെയും വളരെ അഭിമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ വേദിയിലേക്ക് കലയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി മുഖ്യാതിഥികളോട് അഭ്യർത്ഥിക്കുന്നു. റീമ ജാഫർ and റിയ ജാഫർ. You, Rima and Riya, congratulations and all the best. എല്ലാവരും കാവ്യ വൈഖരിക്കായി കാത്തിരിക്കുക. ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും.